ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ സീമ രഞ്ജിത്ത്, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സീമാസ് ആയുർവേദിക് വെൽനസ് സെൻറ്റർ. ഇത് നമ്മുടെ കുക്ക്, ഞാൻ മീനാക്ഷി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്കാണ് ടപ്പിയോക്ക സ്നാക്ക്, അതായത് കപ്പ സ്നാക്ക്. കപ്പ കട്ട്ലറ്റ് ആണ് ഉദ്ദേശിച്ചത്. അതിൽ വേണ്ടുന്ന ചേരുവകളാണ് പുഴുങ്ങിയ കപ്പ, അരിപ്പൊടി, ഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ നമ്മൾ മസാല അധികം ചേർക്കാറില്ല, മഞ്ഞൾ, കുരുമുളക്, ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇപ്പോൾ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞുതരാം. ആദ്യം പുഴുങ്ങിയ കപ്പ, അതിനകത്ത് കുറച്ചേ ഉപ്പ് ഇടാവുള്ളൂ. മാവ്, ആവശ്യത്തിനുള്ള മാവ് എടുക്കുക. ഗ്രേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, ക്യാബേജ്, മല്ലിയില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കട്ട്ലറ്റ് രൂപത്തിൽ ആക്കണം. ഇതൊരു ഹെൽത്തി സ്നാക്കാണ്. മഴക്കാലത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഡയബറ്റീസ് ഉള്ളവർ ഇത് കുറച്ചേ കഴിക്കാവൂ, കാരണം ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പെട്ടെന്ന് കൂടും. സ്റ്റാർച്ച് ആണല്ലോ, കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള കണ്ടൻ്റാണ്. പക്ഷേ ഇത് വെജിറ്റബിൾസിൻ്റെ കൂടെ കഴിക്കുന്നത് കുഴപ്പമില്ല. സ്മോൾ റൗണ്ട് ബോൾസ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഡൗ ആവുന്നത്. എല്ലാം വെജിറ്റബിൾസും മിക്സ് ചെയ്ത് തവ ചൂടാക്കുകയാണ്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ബോയിൽഡ് ആയതുകൊണ്ട്, നല്ല രീതിയിൽ പുഴുങ്ങിയും കൊണ്ട് ഇതിൽ കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. എത്രത്തോളം നമുക്ക് എണ്ണ കുറയ്ക്കാം നമ്മുടെ ഡയറ്റിൽ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് തവ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയെ നമ്മൾ എടുക്കാവൂ. ഇനി ഇത് എയർ ഫ്രയറിലൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതും ഒരു ഹെൽത്തി ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഇത് സ്നാക്കായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണയുടെ അംശം വളരെ വളരെ കുറച്ചായിരിക്കണം. ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ജനറേഷൻ കൂടുതലാണ്, എല്ലാ കറിയിലും ഒത്തിരി എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് കട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ ഉപ്പിൻ്റെ അളവും കുറയ്ക്കണം. എല്ലാ വിഭവത്തിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി ഒരു 2.5 ഗ്രാമേ ഒരു ദിവസം ആവാവുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. തവ ഫ്രൈ ആണേ. കപ്പ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഉള്ള ഒരു സ്നാക്കാണ്. അത് നമ്മൾ കപ്പ ബിരിയാണി, കപ്പ പുഴുങ്ങിയതൊക്കെ കഴിക്കും. ഇത് ഒരു പുതിയ ഡിഷാണ്, കപ്പ കട്ട്ലറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതൊരു വളരെ ഹെൽത്തി സ്നാക്കാണ്. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യാനും വെക്കരുത്, ജസ്റ്റ് ഒരു തവ ഫ്രൈ ആണ് ഉദ്ദേശിച്ചത്. ഞാൻ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. അവരുടെ ലഞ്ച് ബോക്സിൽ നിങ്ങൾക്കിത് ലഞ്ചായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കപ്പ കടിയാണ്. മഴക്കാലവുമാണ്. മഴയത്ത് ഒരു ചായ, ഒരു കപ്പക്കടി. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് ഇത് ഈസിയാണ്, ആർക്കും ഇത് കുക്ക് ചെയ്യാം. കുക്കിംഗ് അറിയാത്തവർക്കും ഇത് ഈസിലി കുക്ക് ചെയ്യാൻ പറ്റും. അധികം ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ സ്നാക്ക് എളുപ്പമാണ്. അതിൻ്റെ കളർ തന്നെ കണ്ടാൽ നമുക്ക് തിന്നാൻ തോന്നും. ഇതിനൊരു സൈഡ് ഡിഷ് ഒന്നും വേണ്ട, സോസ് ഒന്നും വേണ്ട. ഇത് അല്ലാതെ നമുക്ക് കഴിക്കാം. അപ്പം മഴക്കാലത്തായാലും ഏത് കാലത്തായാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ്. കപ്പ കട്ട്ലറ്റ് തയ്യാറായിരിക്കുകയാണ്. ഇതിൻ്റെ കളർ തന്നെ കണ്ടോ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.